കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഈ 3 സംയോജനം ഉണ്ടായി. രാഷ്ട്രീയ നേതൃത്വവും മതവും പിശാചോട് ഒന്നു ചേർന്നു. യഹൂദന്മാർക്ക് ക്രൂശിക്കാനുള്ള അധികാരമില്ല, പക്ഷെ റോമക്കാർക്കുണ്ട്. പിശാചിന് നേരിട്ട് വന്ന് കർത്താവിനെ കൊല്ലാൻ കഴിയത്തില്ല, പക്ഷെ മതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് രാഷ്ട്രീയം നടപ്പാക്കി. പക്ഷെ കർത്താവ് പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. ഇന്ന് രാത്രിയിലത്തെ ദൂത് വളരെ ശക്തമായ ദൂതാ. സ്തോത്രം. ഏത് തടവറയും പൊളിക്കും, ഏത് കല്ലറയും പൊളിക്കും. സ്തോത്രം. ഏത് കല്ലിനെയും മാറ്റും, ഏത് തടസ്സങ്ങളെ നീക്കുക, ഏത് താമരക്കതിരുകളെയും മുറിച്ചു മാറ്റുക, ഏത് ഇരുമ്പോടാമ്പിനെ തകർക്കും. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ പ്രബലമായി നിൽക്കുന്ന ഒരു ശക്തികളും ഒരു വ്യക്തി നാളെ കാണത്തില്ല. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളുടെ മേലൊക്കെ ഇങ്ങനെയുള്ള ആധിപത്യങ്ങൾ പുലരും കേട്ടോ. സ്തോത്രം. നിങ്ങൾ സ്തോത്രം 2-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ഭൂമിയിലെ ജാതികളും സ്തോത്രം കലഹിച്ച് അഭിഷക്തന് വിരോധമായി മന്ത്രിക്കുമ്പോൾ, അവർ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഞാൻ പറയാം, നല്ലോണം ചിരിച്ചാൽ മതി, അവന്റെ കെട്ട് പൊട്ടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനിവിടെ പറയാം, സ്തോത്രം. സ്ഥിതികൾ കംപ്ലീറ്റ് മാറാൻ പോവാ. പക്ഷെ ദൈവം തന്നെ ഈ സംവിധാനത്തെ മൊത്തം തിരിക്കുന്ന സ്തോത്ര ആത്മീയ അധികാരം സഭയ്ക്ക് കൈമാറുക. നമ്മൾ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നമ്മൾ ഓടുക. രാഷ്ട്രീയ അധികാരം കൊണ്ട്, യഥാർത്ഥ അധികാരമുള്ള രാഷ്ട്രീയ അധികാരം കൊണ്ട് പോലും ഒരു സ്തോത്രം ഒരു വാർഡിൽ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഞാൻ പറയാം, ദൈവസഭ ആത്മമണ്ഡലത്തിലേക്ക് കയറണം. ഈ കഴിഞ്ഞ 5 വർഷം ഓരോ വീട്ടിൽ നടന്ന ദൂത് ആത്മമണ്ഡലത്തിൽ കയറുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ആത്മീയ അധികാരം കൈകാര്യം ചെയ്യുവാൻ ആത്മീയ മനുഷ്യൻ തയ്യാറാണ്. ഞാൻ പറയാം, സകല ദുർഭൂതങ്ങളും സകല രോഗങ്ങളും സകല സ്വാധീനങ്ങളും സകല ദേശപ്രഭുക്കളും സകല പൈശാചിക അധികാരം നിങ്ങളുടെ കൽക്കിന് വരും. സഭ അതിനെ പിടിച്ചു കിട്ടും. ഞാനിവിടെ പറയാം, 1-ാം നൂറ്റാണ്ടിലെ അധികാരം നീറോയ്ക്കല്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ അധികാരം കൈസർക്കല്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ അധികാരം റോമൻ എംപററിനല്ലായിരുന്നു. അവർക്ക് രാഷ്ട്രീയ അധികാരമുണ്ട്, പക്ഷെ അതിൻ്റെ മീതെ സഭ നിന്നു. ഞാനിവിടെ പറയാൻ വളരെ സ്തോത്രം, കൈസറിനോടും നീറോയോടും ഡൊമീഷ്യനോടും സ്തോത്രം ഒന്നും കോംപ്രമൈസിന് ആര് പോയില്ല? ശിഷ്യന്മാര് പോയില്ല. ആരാ ശിഷ്യന്മാര്? പഠിപ്പില്ല. മഴ പെയ്തപ്പോൾ പോലും സ്തോത്രം സ്കൂളിന്റെ വരാതെ കയറിയിരിക്കാത്തവര്. പൗലോസോടൊക്കെ വന്നപ്പോഴാ സഭയുടെ ഒരു സ്ഥിതി, അല്പം ഒരു ജ്ഞാനവും തത്വചിന്തയും ഫിലോസഫിയും സ്തോത്രം ബുദ്ധിയും സ്തോത്രം തോട്ട്സും ഒക്കെ വന്നത് പൗലോസോട് ഇതിനകത്ത് കയറിയപ്പോഴാണ്. പക്ഷെ യേശുവിന്റെ ആബ്സൻസിൽ യേശു പോലും 126 മൈലും നടന്ന ശുശ്രൂഷിച്ച യേശു ആകെ ശുശ്രൂഷിച്ചത് ബോട്ടയിലും പടകയിലും ഈ കഴുതയുടെ പുറത്തു നോക്കിയാൽ നടന്നായിരുന്നു കർത്താവിനെ ശുശ്രൂഷ. ആകെ ഈ പാലസ്തീൻ ഇത്രയും ഈ ദൂരത്തിലാണ് ആര് ശുശ്രൂഷിച്ചത്? കർത്താവ് ശുശ്രൂഷിച്ചത്. പക്ഷേ യേശുവിൻ്റെ ആബ്സൻസിൽ യേശുവിൻ്റെ സഭയിലാണോ ആരെങ്കിലും വരുമോ? യേശുവിൻ്റെ സഭ, യേശു തുടങ്ങിയ സഭയിൽ ഒരുത്തൻ കെട്ടി ഞാൻ ചത്തു. സഭയുടെ സ്ഥിതി ആകെ 12 പേര്. ലീഡറിനെ ക്രൂശിച്ചു കൊന്നു. ദാണ്ടെ 3-ാം ദിവസം ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് ശിഷ്യന്മാർ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും കണ്ടാൽ അറസ്റ്റ് ചെയ്യും. ഇതാണ് യേശുവിൻ്റെ സഭയുടെ സ്ഥിതി. നായകനില്ല, ലീഡറില്ല. ആകെയുള്ളത് 12, ഈ 11 പേരാ. 11 പേരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ തമ്മിൽ മത്സരം. നീയാണോ വലുത്? ഞാനാണോ വലുത്? ഞാൻ ഇവിടെ പറയാൻ പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിന് ശേഷം ശിഷ്യന്മാർ പഴയ പത്രോസ് അല്ലായിരുന്നു. അവർക്ക് സ്തോത്രം ലോക സുവിശേഷീകരണം. ഞാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഈ സഭയൊന്ന് സ്തോത്രം ഉയർത്തിയെടുക്കാൻ പോകുകയാണ്. ഒന്ന്, നിങ്ങളുടെ മനോഭാവം മാറണം. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം ഇനി വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് അനുകൂലമായിട്ടൊരു ഭരണം വന്നിട്ട് സുവിശേഷ വേല ചെയ്യാൻ ഇരിക്കുക. നോ, അതിൻ്റെ ഒന്നും ആവശ്യം ഇനി ദൈവസഭയ്ക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നീറോയോടെയും കൈസറിനോടെയും സ്തോത്രം ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് സ്തോത്രം പ്രസംഗിച്ചവരല്ല. ഞാൻ പറയാം, അവർ തെരുവീതികളെ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലമായിട്ട് മാറി. ആലയത്തിന്റെ ദേവാലയത്തിന്റെ ഓരോ സ്തോത്രം അൾത്താരകൾക്ക് അകത്തല്ല ശുശ്രൂഷ നടന്നത്, ദേവാലയത്തിന് പുറത്ത് വിടുതലിന്റെ ശുശ്രൂഷ അപ്പോസ്തലന്മാർ ചെയ്തു. അപ്പോസ്തലന്മാർ ഇറങ്ങി നടക്കുമ്പോൾ രോഗികളെ കൊണ്ടുവന്ന് റോഡ് സൈഡ് ഹൈവേയിൽ കൊണ്ടിടും. സ്തോത്രം. അവർ നിഴലെങ്കിലും തട്ടി
ഒരു കാലഘട്ടം വരാൻ പോവാ. സ്തോത്ര, വിടുതലിന്റെ ശുശ്രൂഷ. സ്തോത്ര, നിങ്ങളുടെ കരം കൊണ്ട് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡിവൈൻ ചർച്ചിലിരിക്കുന്ന നിങ്ങൾ നിസ്സഹായരല്ല. നിങ്ങൾ എന്നും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കാൻ വരില്ല. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ചാർജ് ചെയ്യുക. ഞാനിവിടെ പറയാം, അപ്പോസ്തല പ്രവൃത്തിയിലെ ദൈവത്തിന്റെ ദാസന്മാർക്ക്, യേശുവിന്റെ ശിഷ്യന്മാർക്ക് വെള്ളിയും പൊന്നും ഇല്ലായിരുന്നു. വെള്ളിയും പൊന്നും ഇന്ന് സഭയ്ക്ക് വന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും എന്തില്ലായിരുന്നു അത് ഇന്ന് സഭയ്ക്കുണ്ട്. അവർക്ക് എന്തുണ്ടായിരുന്നു അത് സഭയ്ക്കില്ല. രോഗശാന്തി ശുശ്രൂഷ വലിയ ബോർഡൊന്നും വരടിച്ചില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ പോയപ്പോൾ തന്റെ സുന്ദരം വന്ന ദേവാലയത്തിന് മുമ്പിൽ ഒരു അശുഭ ലക്ഷണമായിട്ട് ഒരുത്തൻ കയറി ഇരിക്കുക. സ്തോത്രം, മുഴുവനായിട്ട് ഒരുത്തരും അവിടെ അവനെ കൊണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, ദേവാലയത്തിനകത്ത് വീഴേണ്ട പൈസ ഇവൻ മുന്നിൽ ഇവന്റെ കാല് കാണിച്ചുകൊണ്ട്, ഇവന്റെ കാല് ബലഹീനത കാണിച്ചുകൊണ്ട് അകത്ത് വീഴേണ്ട പൈസ ഇവൻ ദേവാലയത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് പോക്കറ്റ് അടിക്കുക. സ്തോത്രം. പത്രോസ് യോഹന്നാനും ഞാൻ പറയാം, രണ്ടുപേരാ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലോട്ട് പോയത്. പക്ഷെ അവനോട് പിടിച്ചോണ്ട് സ്തോത്ര, കേടുപാടുകളെ മാറ്റുവാൻ, നരിയാണികൾ ഉറപ്പിക്കുവാൻ, സ്തോത്ര, അസ്ഥികളുടെ ബലക്ഷയങ്ങളെ മാറ്റുവാൻ, പ്രാർത്ഥനയ്ക്ക് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞില്ല, അവനെ കൂടെ കൈക്ക് പിടിച്ചോണ്ട് സഭ എഴുന്നേൽപ്പിക്കാൻ പോവുക കേട്ടോ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നേരെ 2000 വർഷം 2030 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ന് സഭ രോഗിയായി തീർന്നു. അതിനെക്കുറിച്ച് ഇനിയും പറയുന്നില്ല. ഭൂരിപക്ഷം വിശ്വാസികൾക്കും രോഗമാണ്. ഞാൻ എന്നെപ്പോലുള്ള എല്ലാ പാസ്റ്റർമാർക്കും രോഗമാണ്. സ്തോത്രം. എല്ലാവരും ആരായിട്ട് മാറി. ഇന്ന് നാം രോഗശാന്തിയിൽ വിശ്വസിക്കുന്നത് പോലുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളത് മിണ്ടത്തില്ല. തിരുവല്ല ഡിവൈൻ ചർച്ചിൽ എല്ലാ ആഴ്ചകളും രോഗശാന്തി നടക്കാൻ പോവാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പോവാ. സ്തോത്ര, സൗഖ്യം സൗജന്യമാണ്. സ്തോത്ര, യേശുവിന്റെ നാമത്തിൽ ഇന്നും വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്ര, ലോകം തിരിച്ചറിയാൻ പോവാ. മറ്റൊരുത്തൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകിയ ഏക നാമം യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ സൗഖ്യമുണ്ട്. ഓരോ ഞായറാഴ്ച വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, സ്തോത്രം, കർത്താവേ, സഭയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, അടയാളങ്ങൾ സംഭവിക്കുവാൻ, വീരപ്രവർത്തനം സംഭവിക്കുവാൻ, വിടുതലുകൾ നടക്കുവാൻ. സ്തോത്രം. ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വന്നാൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ, എന്താഗ്രഹിച്ചോ അത് നിങ്ങൾ കാണും. സ്തോത്രം. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഇന്ന് സ്നാനപ്പെട്ടവരെല്ലാം, രക്ഷിക്കപ്പെട്ട് ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം അഭിഷേകത്തിൽ ജ്വലിക്കണം, അഭിഷേകത്തിൽ ശക്തിപ്പെടണം, അഭിഷേകത്തിൽ ബലപ്പെടണം. സ്തോത്രം. ആമേൻ. പത്രോസും യോഹന്നാനും ഒക്കെ സ്തോത്രം, ഞാൻ ഈ ദിവസങ്ങൾ അപ്പോസ്തലർ റീഡ് ചെയ്യുക. ഒരു മീറ്റിംഗ് നടന്നത്, സ്തോത്രം, നേരത്തെ പ്ലാൻ ചെയ്ത മീറ്റിംഗിൽ ഒന്നും അറേഞ്ച് പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗ് അവർക്കില്ലായിരുന്നു. നടന്നു പോകുമ്പോൾ വിടുതൽ, പുഴവക്കത്ത് വിടുതൽ, റോഡ് സൈഡിൽ വിടുതൽ. സ്തോത്രം. ആമേൻ. അവർ സഞ്ചരിക്കുമ്പോൾ രോഗികളെ കൊണ്ടുവിടുന്നു. സ്തോത്രം. ചന്തസ്ഥലത്ത് വിടുതൽ, വീട് വിടാതെ വിടുതൽ, മാളിക മുറിയിൽ വിടുതൽ, കൊർന്നേലിയോസിന്റെ വീട്ടിൽ വിടുതൽ. 2024 സഭ ഒരു വിടുതലേക്ക് പ്രവേശിക്കാൻ പോവാം. സ്തോത്രം. നമ്മൾ തകർച്ച കണ്ടത് മതി, തിന്മ കണ്ടത് മതി, നാശം കണ്ടത് മതി, കഷ്ടം കണ്ടത് മതി, ശാപങ്ങൾ കണ്ടത് മതി. അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആരും മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ഏത് പ്രസംഗിച്ചുകൊണ്ടപ്പോൾ ആത്മാവിൽ വെളിപ്പാട് കാണുക. പലരും സ്തോത്രം, അവർ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യം കൊണ്ടും മനസ്സുമടുത്തിരിക്കും. മനസ്സുമടുത്ത് ഞാൻ പറയും, നിങ്ങൾ മനസ്സുമടുത്തിരുന്നത് നിങ്ങൾക്ക് പോയതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മനസ്സുമടുക്കാനാണെങ്കിൽ 100,000 കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ കാര്യങ്ങൾ സന്തോഷിക്കാനുള്ളത്. സ്തോത്രം. മനസ്സുമടുത്ത് താടിക്ക് കൈ കൊടുത്ത് സ്തോത്രം കോട്ടുമായിട്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ സ്തോത്രം, ഇന്ന് ഗസ്റ്റ് ഒന്നും ഇല്ലയോ, ഇവർക്ക് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഞാൻ പറയും, ഒരു ഗസ്റ്റും ആരും വേണ്ട കേട്ടോ. സ്തോത്ര. ഈ വചനത്തിനകത്തോട് ദൈവശക്തി വ്യാപരിക്കും. ഞാൻ അങ്ങനെയുള്ള കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പരിശുദ്ധമായ സാന്നിധ്യം എൻ്റെ ആത്മതലങ്ങൾ ഞാൻ കാണുകയാണ്. സ്തോത്ര. ഇവിടെ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. സ്തോത്ര. എപ്പോഴും ഒരു വെളിപ്പാടുണ്ട്. നിങ്ങൾ റിസീവ് ചെയ്യണം. എന്താ വെളിപ്പാട്? എപ്പോഴും മനസ്സ് മടുക്കുമ്പോൾ, പിന്മാറണമെന്ന് തോന്നുമ്പോൾ, കാര്യങ്ങളൊന്നും നന്നായി നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, ഈ ഇസ്രായേലിൽ നിന്ന്, ഈ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ജനം
ഏറ്റവും അവസാനം അവർ തീരുമാനിച്ചു ഈ മോശ കൊണ്ട് പറ്റത്തില്ല, കൊണ്ടെത്തിക്കാൻ മോശ കൊണ്ട് പറ്റത്തില്ല. കാരണം മോശക്കെതിരെ ഭയങ്കര വിറവ്. പ്രമാണിമാരോടും പ്രഭുക്കന്മാരോടും എല്ലാം മത്സരിക്കാൻ തുടങ്ങി ജനം. ഭയങ്കര ഇസ്രായേൽ ജനം മൊത്തം നശിക്കപ്പെട്ട കാരണം ഒറ്റ കാരണം മത്സരം. ദൈവത്തിന് വായന പറയുന്നു, മത്സരികൾ വരേണ്ട ദേശത്ത് കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മത്സരത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. നിങ്ങൾ പറയുന്നതായിരിക്കും ശരി, പക്ഷെ ദൈവം അപ്രൂവ് ചെയ്യത്തില്ല. ഉടനെ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നറിയാമോ? ഈ മോശ മനസ്സിലാവും, ജനത്തിന്റെ നിഗമനം മോശയ്ക്ക് മനസ്സിലായി. മോശ മനസ്സിലാക്കിയ കാര്യം ജനമെല്ലാം പറയുവാണ്, ഈ 12 ഗോത്രത്തിൽ നിന്നും 12 പ്രഭുക്കന്മാരോട് ജനം മൊത്തം പറയുക, ഇനി ഒരിക്കലും ദൈവം കള്ളം പറഞ്ഞ ഈ മോശ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നമുക്ക് കൈവശമാക്കുന്ന ദേശം കൈവശമാക്കുവാൻ കഴിയത്തില്ല. നമുക്ക് തിരിച്ചു പോകാം. നമുക്കതിനൊരു തലവനെ മോശം കൊണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇച്ചിരി മിടുക്കനായ ഒരു തലവനെ കൊണ്ട് നിയമിക്കാൻ നമുക്ക് എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം. സ്തോത്രം. ഞാൻ പറയാം, അഭിഷക്തനും മോശയ്ക്കും വിരോധമായി അവർ ദുർവർത്തമാനങ്ങൾ പറഞ്ഞു. കർത്താവ് മിണ്ടിയില്ല. കർത്താവ് പറയും, ജനമൊത്തം ഇവമാനെ ഞാൻ കൊണ്ട് കൊല്ലും. അതുകൊണ്ടാണ് കർത്താവ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചത്. രക്ഷിച്ചത് ഒരാളാണ്, ഇത് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ വിളിയല്ല കേട്ടോ. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ സ്തോത്ര. ഞാൻ നിങ്ങളുടെ പറയാം, നിങ്ങളുടെ വീട് സ്വർഗത്തിലാണ്, നിങ്ങളുടെ ഭവന സ്വർഗത്തിലാണ്, നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിലാണ്, ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലാണ്, ആമേൻ, വാഗ്ദത്ത സ്വർഗത്തിലാണ്, ജീവികളുടെ സ്വർഗത്തിലാണ്, പുതിയ മന സ്വർഗത്തിലാണ്, പുതിയ ഉടുപ്പ് സ്വർഗത്തിലാണ്, പൗരത്വ സ്വർഗത്തിലാണ്. മൊത്തം പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് സ്വർഗത്തിലെല്ലാം ഉണ്ടെന്നാ. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു മഹാപുരോഗതി ഉള്ളത് കൊണ്ട് സ്തോത്ര, ആ പൂർണ്ണ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം അവസാനത്തോളം പിടിച്ചുകൊള്ളുക. പരാതി പറഞ്ഞുകൊണ്ട് പെരുപുറത്തുകൊണ്ട് ദുർവർത്തമാനം പറഞ്ഞ എനിക്കെതിരെയൊന്നുമല്ല സ്തോത്ര. ആമേൻ. എനിക്കെതിരെ നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. നിങ്ങൾ പറയുന്നത് നടത്തിപ്പിനെതിരെയാണ് സ്തോത്രം, നിയമനങ്ങൾക്കെതിരെയാണ്, നിയോഗങ്ങൾക്കെതിരെയാണ്, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ വെച്ചിരിക്കുന്ന ആത്മീയ സ്തോത്ര നേതൃത്വങ്ങൾക്കെതിരെയാണ്. അത് ദൈവത്തിനെതിരെയുള്ള കുറ്റാരോപണമായിട്ട് ദൈവം മാറ്റും. കാര്യം ചെയ്തു, 12 പ്രഭുക്കന്മാരെ വിട്ടു, യോശുവയും കാലേബിനെയും ഉൾപ്പെടെ വിട്ടു. എങ്ങോട്ട് വിട്ടു? സ്തോത്രം. എസ്കോൾ താഴെ വരെ കടന്ന് കനാൻ ദേശത്ത് പോയി. ഗിൽഗാലിൽ പാളയം ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ പോയി കനാൻ ദേശത്തെ ഒരു മുന്തിരിവള്ളിയുടെ ഫലം പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവരത് കാണിക്കാൻ മോശക്കറിയാം, ദൈവം നൽകുമെന്ന് പറഞ്ഞാൽ ദൈവം നൽകും. ദൈവം സ്തോത്ര ദേശം നിങ്ങൾക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയമായി ചെയ്യും. എന്റെ ദൈവം പോസ്റ്റ് പറയുന്ന ദൈവമല്ല സ്തോത്രം. എന്റെ ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കലും ഉപവെന്നും മറ്റൊരു സന്ദർഭത്തിൽ ഇല്ല എന്നുമല്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അത് നിർവഹിക്കും. എന്ത് ചെയ്തറിയാമോ പ്രിയമുള്ളവരെ? ഈ 12 പ്രഭുക്കന്മാരെ നേരെ കനാൻ ദേശത്തേക്ക്, പാലും തേനും പിടിക്കുന്ന ദേശത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് സ്തോത്രം ഒരു ഫലം പറിച്ചോണ്ട് വരാം. ആ ദേശം എങ്ങനെയുള്ളത്, അവിടുത്തെ ജനം എങ്ങനെയുള്ളത്, അവിടെ കോട്ടകളുണ്ടോ മതിലുകളുണ്ടോ, ആ ദേശത്തെക്കുറിച്ച് ഒരു ഹിസ്റ്ററി സ്തോത്രം, അവിടുത്തെ ആ ജനത്തെക്കുറിച്ച്, ആ ദേശത്തെ ഫലങ്ങളെക്കുറിച്ച്. ഞാൻ ഇവിടെ പറയാം, മനസ്സ് മടുത്ത, വെളിപ്പാടില്ലാത്ത, ദർശനം നഷ്ടപ്പെട്ട, മുൻപോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച, ഇനി ഒന്നും കിട്ടാനില്ലെന്ന് മനസ്സ് മടുത്ത് ഭാരപ്പെട്ട് ചിന്തിച്ചിരിക്കുന്ന ജനത്തിന് പുതിയ വെളിപ്പാട് കർത്താവ് കൊടുത്തു. ഈ മരുഭൂമിയുടെ നീളമല്ല, ഈ മരുഭൂമിയുടെ ദൂരമല്ല, ഈ മരുഭൂമിക്ക് അപ്പുറത്ത്. എല്ലാ ഡിവൈൻ ചർച്ചുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും പറയാം, ഒരു മരുഭൂമിക്കപ്പുറത്ത്, ഇന്ന് നിങ്ങൾ കാണുന്നതിനപ്പുറത്ത്, നിങ്ങളുടെ കണ്ണെത്തുന്നതിനപ്പുറത്ത്, നിങ്ങളുടെ ഡെസ്റ്റിനേഷനപ്പുറത്ത്, നിങ്ങളുടെ വിളിയുടെ അപ്പുറത്ത് സ്തോത്രം, നിങ്ങളുടെ അതിരിന്റെ അപ്പുറത്ത്, നിങ്ങളുടെ പ്രശ്നത്തിന്റെ അപ്പുറത്ത് ഞാൻ അവിടെ നിന്ന് വെളിപ്പാട്, ഒരു പുതിയ വെളിപ്പാട് പറയാം. എല്ലാവരും വിചാരിച്ച കർത്താവ് ക്രൂശിലിങ്ങനെ സ്തോത്രം പ്രാണനെ വിട്ട് നിലവിളിച്ച് സ്വന്തം തോളിൽ തലചായ്ച്ച് സ്തോത്രം മനുഷ്യപത്രം മരിച്ചപ്പോൾ വിചാരിച്ചെല്ലാം തീർന്നെന്ന് അവസാനിപ്പിച്ചെന്ന്. സ്തോത്രം യഹൂദ മതവും റോമനും സോൾജിയേഴ്സും സൈന്യാധിപന്മാരും അതിൻ്റെ പിന്നിൽ പിശാചോട് നിന്ന് തട്ടഹസിച്ച് ചിരിച്ചു. ശിഷ്യന്മാർ ചിതറിപ്പോയി. സ്തോത്രം ഞാൻ അനാഥനെ പോലെ സ്തോത്രം നഗ്നനായിട്ട് വിരൂപനായിട്ട് സ്തോത്രം ഒരു വ്യസനമാത്രമായി സ്തോത്രം ആർക്കും നോക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്തോത്രം മാംസമുണ്ടമായി തൂങ്ങി കിടക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞതാ. സ്തോത്രം ഞാൻ കല്ലറ പൊളിക്കും, ഞാൻ സ്തോത്രം പുറത്തു വരും, ഞാൻ ജയിക്കും,
ഞാൻ സഭ പണിയും. അടിച്ചു കൊന്ന് സ്തോത്രം ഷേപ്പ് മാറ്റിയിട്ടേക്കുന്നു. സ്തോത്രം. പിശാച് ചിരിച്ചു. സ്തോത്ര. പിശാച് ചിരിച്ചു. പക്ഷെ പിശാചിന്റെ ചിരി അധിക ദിവസം നിന്നിട്ടില്ല. സ്തോത്ര. ഓ മനസ്സുമടുത്ത ജനത്തെ ദൈവം ഫലങ്ങൾ കാണിച്ചു. ദേശത്തെക്കുറിച്ച് പറഞ്ഞു. കനാൻ ദേശമാണെന്ന് പറഞ്ഞു. നാം പിടിക്കുമെന്ന് പറഞ്ഞു. 12 പേർ ഒന്നിച്ചു പോയി. 12 പേർ അങ്ങോട്ട് ഒന്നിച്ചു പോയി. തിരിച്ച് 10 2 വന്നു. കേട്ടോണേ, ഇനിയാണ് എപ്പിസോഡ് മാറുന്നത്. 10 പേർ ഭൂരിപക്ഷത്തിന് കൂടെ ദൈവം നിന്നില്ല. ഭൂരിപക്ഷം വിളിച്ചു പറഞ്ഞു, ഒരിക്കലും ഈ ദേശം പിടിച്ചടക്കാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ കാര്യം, ആ ദേശം ഈ പറഞ്ഞേക്കെ ശരിയാ. പക്ഷെ അവരെ കണ്ടപ്പോൾ അവരൊരിക്കലും ആ ദേശനിവാസികൾ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ല. അവരെ കണ്ടപ്പോൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ദേശം പിടിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ 2 പേർ അവർ കണ്ടത് ഇതേ പ്രശ്നത്തെയാ. അവരും കണ്ടത് ഇതേ പോരാട്ടങ്ങളെയാ. അവരും കണ്ടത് ഇതേ കോട്ടകളെയാ. അവരും കണ്ടത് ഇതേ സ്തോത്രം ആ ഭൂമിയാ. അവരും കണ്ടത് ഇതേ ജനങ്ങളെയാ. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളല്ല പിടിക്കുന്നത് സ്തോത്രം പിടിച്ചു തരുന്നത് തമ്പുരാനാ. സ്തോത്രം. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, കർത്താവ് ഞങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യുകയാണ്. സ്തോത്രം. അവനത് നിർവഹിക്കുക. ചെയ്യുന്നത് ഞാനല്ല, ചെയ്യുന്നത് കർത്താവാ. സ്തോത്രം. 10 പേര് സാഹചര്യം പറഞ്ഞു. പക്ഷെ 2 പേർ വിശ്വാസം പറഞ്ഞു. 10 പേര് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. 2 പേര് പരിഹാരം പറഞ്ഞു. 10 പേര് അവിടുത്തെ പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ 2 പേര് വിടുതലെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ എന്ത് സംസാരിക്കുന്നു? നിങ്ങൾ അത്തരങ്ങൾ തുറന്നാൽ എന്ത് പറയുന്നു? നിങ്ങൾ എന്ത് പറയുന്നു? സ്തോത്ര. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ജയം. സ്തോത്ര. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ നന്മ. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ഫലം. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ വിടുതൽ. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ഭാവി. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ നാളെ. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ മഹത്വം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് പറയുന്നു. സ്തോത്ര. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു. ഞാൻ പറയാം, സ്തോത്ര. നിങ്ങൾ അത്ഭുതങ്ങളെ കുറിച്ച് പറ, വിടുതലുകളെ കുറിച്ച് പറ, ജയത്തെ കുറിച്ച് പറ, അനുഗ്രഹങ്ങളെ കുറിച്ച് പറ, നന്മയെ കുറിച്ച് പറ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി തിന്മയെ കുറിച്ച് പറയാൻ എന്താ? എല്ലാം തിന്മയാണ്. പക്ഷെ ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങൾ നന്മയെക്കുറിച്ച് പറ. സ്തോത്ര. മാറയെക്കുറിച്ച് പറയാതെ മധുരമാക്കുന്ന യേശുവിനെ കുറിച്ച് പറ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറ. എനിക്ക് രോഗശാന്തി മാറി ലഭിക്കുന്നു പറ. ഞാനിവിടെ പറയാം, യഥാർത്ഥത്തിൽ ഈ 10 പേര് പറഞ്ഞതാ ശരി കേട്ടോ. ഭയങ്കര കോട്ട, ഭയങ്കര അനാക്യമല്ലന്മാർ വിഷയം പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയും. ഭയങ്കര ഉറപ്പുള്ള കോട്ടകൾ. ആരുടെ കയ്യിൽ ഈ ഇറങ്ങിപ്പോന്ന ഇവരുടെ കയ്യിൽ ഒരു വാള് പോലും ഇല്ല. പടക്കോപ്പില്ല, ആയുധങ്ങളില്ല, സർവ്വ സൈന്യന്മാരില്ല, കാലാൽപ്പടയിൽ ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാനിവിടെ പറയാം, ഈ 10 പേര് പറഞ്ഞ കാര്യമാണ് ശരി. പക്ഷെ 2 പേര് വേറെ കാര്യം നോക്കി. സ്തോത്രം. ആ പഴയ സ്തോത്രം പെട്ടി തുറക്കാൻ പറഞ്ഞു. പെട്ടി തുറന്നപ്പോഴാ വല്യപ്പച്ചൻ്റെ കയ്യിൽ, അബ്രഹാമിൻ്റെ കയ്യിൽ ഒരു ആധാരം കൊടുത്തായിരുന്നു. ആധാരം. സ്തോത്ര. പ്രാത്ത് മുതൽ ഈ അതിന് മുതൽ ആ നദിയുടെ അങ്ങേയറ്റം വരെ. സ്തോത്ര. തെക്കേ ദേശം മുതൽ വടക്കേ വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ. സ്തോത്ര. അബ്രഹാമേ, നീ കാലടി വെച്ച ഈ ദേശമൊത്ത നിന്റെ തലമുറകൾക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി തീർക്കാം. നീ ഒരു അനുഗ്രഹമായി തീരാ. യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിന്റെ ആധാരം ആരെയിലിരിക്കുക? മോശയുടെ കയ്യിരിക്കുക. ആധാരം മോശയുടെ ഇരിപ്പുണ്ട്. ആധാരം നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ അപ്പച്ചൻ്റെ സ്ഥലമാണ്. സ്തോത്രം. ഇവന്മാര് കയറി കുടിയേറി പാർക്കുന്നതേ ഉള്ളൂ. ആ ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കും. പക്ഷെ ആധാരം കണ്ട 2 പേര്, യോശുവയും കാലേബും, അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അതിര് വിഷയമല്ലെന്ന്. നല്ലൊരു ആമയം വന്നില്ല കേട്ടോ. സ്തോത്രം. നല്ലൊരു ആമയം വന്നില്ല കേട്ടോ. ആധാരം കണ്ടവർ പറഞ്ഞു, ഞങ്ങളുടെ അതിരിന്റെ സ്തോത്ര അവിടെ അനാക്കി കിടക്കുന്നതും അമോര്യം കിടക്കുന്നത്, അമാലേക്ക് കിടക്കുന്നത്, സ്വലിസ്ത കിടക്കുന്നത്, കനാനി ശത്രുക്കൾ കിടക്കുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയം രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് വിഷയം ഭൗതികമല്ല. ഞങ്ങൾക്ക് വിഷയം സാമ്പത്തികമല്ല. ഞങ്ങൾക്ക് വിഷയം സ്തോത്രം മാനുഷികമല്ല. ഞങ്ങൾക്ക് വിഷയം ദൈവമാ. സ്തോത്രം. മനോരമ പത്രക്കാരൻ അതും ഇതുമെല്ലാം പറയും. അവൻ്റെ വിഷയം സർക്കുലേഷനേ ഉള്ളൂ. തൂങ്ങിച്ചത്തതും പീഡനവും പിടിച്ചു പറയും. സ്തോത്രം. മനോരമ വായിച്ചവരൊക്കെ കേരളം മൊത്തം, ഇന്ത്യ ലോകം മൊത്തം ഇതാ ഉള്ളെന്ന് 1-ാം പേജിൽ ഇങ്ങനെ എടുത്തു തരും. നമ്മൾ രാവിലെ മുതൽ വായിച്ച് കാണാതെ പഠിച്ച് സ്തോത്രം മനപ്പാടമാക്കി. സ്തോത്രം. ഉള്ള ആത്മീയത്വവും കൊലപാതകവും പീഡനവും അടിച്ചുകൊണ്ട് പോയതും തട്ടിക്കൊണ്ട് പോയതും സ്തോത്രം എല്ലാം എടുത്ത് 1-ാം പേജിൽ തരും.
ഇസ്രായേൽ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യണം. ഇസ്രായേലി ദിനപത്രങ്ങളിൽ ഇങ്ങനെയുള്ള ആത്മഹത്യയും കൊലപാതകവും കൊട്ടേഷനും മാഫിയയും ഈ പീഡനവും പിന്നെ കുറ്റകൃത്യങ്ങളും സ്ത്രീകളെ അപമാനിക്കുന്നത് ഇങ്ങനെയുള്ള ഒറ്റ വാർത്തയും പത്രത്തിൻ്റെ ഒരു പേജിൽ കാണത്തില്ല. അതുകൊണ്ട് അവർ മോറൽ സ്ട്രെങ്ത് വർദ്ധിക്കും. മോശെ നീ ഭാരപ്പെടേണ്ട, സ്തോത്രം. ഇതൊന്നും കണ്ടാൽ മോശെ നീ ഭാരപ്പെടേണ്ട, ഞാൻ നിനക്കൊരു പുതിയ വെളിപ്പാട് തരാം, സ്തോത്രം. പുതിയ വെളിപ്പാട് ഫലങ്ങൾ നിറഞ്ഞ, സ്തോത്രം, ഫലങ്ങൾ നിറഞ്ഞ, സ്തോത്ര. ആമേൻ. ഞാൻ പറയാം 2024 കൃപാവരങ്ങളുടെ വെളിപ്പാട് വേണം കേട്ടോ. രാമൻ പറഞ്ഞു കൃപാവരം കൊണ്ട് ആത്മപകർച്ചയുടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആത്മാഗ്നിയുടെ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം. ഈ സാധാ സീതാ കാര്യപരിപാടി കൊണ്ട് ഇരുന്നാൽ ഒരു പരിപാടി നടക്കത്തില്ല. ഞായറാഴ്ച ഒന്ന് അറ്റൻഡൻസ് വെച്ചിട്ട് പോയാൽ ഞാൻ സാധനപ്പെട്ട നിങ്ങളോട് പറയാം കേട്ടോ, സ്തോത്രം, ഒന്നും നടക്കത്തില്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണം, ആത്മീയ വളർച്ച ഉണ്ടാവണം, സ്തോത്രം. ആത്മാവിൽ വളരണം, ആത്മാവിൽ നിറയണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ നയിക്കപ്പെടണം. എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നത് സ്തോത്രം, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ആരെയും സ്നാനത്തിന് വേണ്ടി നിർബന്ധിക്കാത്തത്. കാരണം ചുമ്മാ വെള്ളത്തിൽ വന്ന് മുങ്ങിട്ട് യാതൊരു കാര്യമില്ല. ഇന്നലെ രാത്രി എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനൊരു വീട്ടിൽ സന്ദർശിച്ചപ്പോൾ സ്തോത്രം മൂവാറ്റുപുഴ പിറവത്ത് സ്തോത്രം ഒരു വ്യക്തിയെ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും സ്നാനപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു അന്ന് ചുമ്മാ സ്നാനപ്പെട്ടിയാണ്. സ്നാനപ്പെട്ടതിന് ശേഷം എല്ലാ കൊള്ളരുതായ്മയും കുരുത്തക്കേടും ബലഹീനതയും താഴ്ചയെല്ലാം ഉണ്ട്. അതൊരു കുളിയായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ പഴയ സ്വഭാവത്തിൽ, പഴയ മനുഷ്യനിൽ, പഴയ ആദാമ പ്രകൃതത്തിൽ എനിക്കൊന്ന് മരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേദശാസ്ത്രപരമായിട്ട് അതിന് പുതിയ എനിക്ക് തെളിവൊന്നുമില്ല. നല്ല 15 ഒരാളാണ് പറഞ്ഞത് ഞങ്ങൾ വീണ്ടും സ്ഥാനപ്പെടുത്തിയത്. അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഒരു എൽത്തോ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഒന്നുകൂടെ എന്ത് ചെയ്യണം. കാരണം ഇതുവരെ കർത്താവിന് ജീവിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ലൈഫിലേക്ക് നോക്കിയപ്പോൾ എല്ലാം കുഴച്ചിലും അവരെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗമുണ്ട് കേട്ടോ. ക്രൂശിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. സ്തോത്രം. പ്രൈസ്തരം. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അന്ന് ചുമ്മാ സംഭവിച്ചത്? സാധനം കാണാൻ പോയപ്പോൾ സാധനപ്പെട്ടു, ചെന്നപ്പോൾ തെള്ളിയിട്ടു. സ്തോത്രം. സാധനപ്പെട്ടാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞു. ഒന്നും മാറത്തില്ല കേട്ടോ, നീ മാറത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വ്യാജങ്ങൾ വല്ലതും പറഞ്ഞു തരും. സ്തോത്രം. സാധനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ചുമ്മാ സാധനപ്പെടുമ്പോൾ ആകെ ശരിയാവുന്നത് ഞാൻ മാറും, എൻ്റെ സ്വഭാവം മാറും, എൻ്റെ രീതികൾ മാറും, എൻ്റെ ശൈലി മാറും, എൻ്റെ വ്യക്തിത്വം മാറും, എൻ്റെ ഭാഷ മാറും, എൻ്റെ നോട്ടം മാറും. സ്തോത്രം. എൻ്റെ തീരുമാനങ്ങൾ മാറും, എൻ്റെ പ്രയോറിറ്റി മാറും. സ്തോത്രം. എനിക്ക് എൻ്റെ സ്വഭാവ രൂപേണ സംഭവിക്കും. അവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സ്തോത്രം 100 കോടി രൂപ കിട്ടിട്ട് എന്നെ പോലെ അനാത്മികനും പിന്മാറ്റക്കാരനും ദൈവത്തിന് ഒരു ദൈവനിഷേധിയായി ഞാൻ തീരുന്നതിന് ആർക്ക് പ്രയോജനം? നമ്മളെല്ലാം വെറും നശിച്ചു പോന്ന ഈ സമ്പത്തിൽ നോക്കുവോ, ഭൗതിക നന്മയെ നോക്കുവോ? എൻ്റെ പ്രിയങ്ങളെ, നശിച്ചു പോകുന്നത് നാമോ നാശിച്ചു പോകുന്നതിന് പിന്നാലെയല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ആത്മീയ തലമുറയായി സ്നാനപ്പെട്ടവരെ നിങ്ങൾ അതിനെ കൂടെ നിൽക്കണം. സ്നാനപ്പെട്ടവരുടെ മാത്രം കാര്യം പറയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. സ്തോത്രം. എപ്പോഴും നിങ്ങൾ ആരെങ്കിലും മനുഷ്യ മണ്ഡലങ്ങളിൽ ക്ഷീണിക്കുകയോ ബലഹീനരാകുകയോ തീരുകയോ ചർച്ച വേണ്ട, കൂട്ടായ്മ വേണ്ട, പ്രാർത്ഥന ജീവിതം വേണ്ട, പെന്തക്കോസ് വേണ്ട, ആത്മീയ അനുഭവങ്ങൾ വേണ്ട, വിശുദ്ധീകരണം വേണ്ട, നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. അതിന് മറ്റാർക്കും ഇച്ചിരി കുഴപ്പം വേണോ? നമ്മൾക്കെല്ലാം വിഷയം ആസാഫിനെ പോലെ. ആസാഫ് ചോദിക്കുന്നതെല്ലാം അവർക്കാർക്കും ഒരു പ്രശ്നം. സ്തോത്രം. പക്ഷെ ഞാനിവിടെ പറയാം, അവരുടെയും നിങ്ങളുടെ ഒടുക്കം 2 തലത്തിലാണ്. നിങ്ങൾ അവസാനിക്കുന്ന പോലല്ല, അവർ നിങ്ങളുടെ നാവിന് നന്മയുടെ ദൈവം തൃപ്തി വരുത്താൻ സ്തോത്ര. അവൻ സ്തോത്ര നിങ്ങളെ കടാക്ഷിക്കുന്ന ദൈവമാണ്, നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്, നിങ്ങൾക്കൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. 2 കാര്യങ്ങൾ. സ്തോത്രം. മോശയും ക്ഷീണിച്ച് കാണും കേട്ടോ. ജനത്തിന് നിർബന്ധവും പെറുവിറുപ്പും മത്സരം കൂടുമ്പോൾ ഏത് വ്യക്തിക്കും ഏത് ലീഡർഷിപ്പിന് എന്തുണ്ടാവും? അത് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. കാരണം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അമാനുഷ്യരായുള്ള മനുഷ്യരൊന്നുമല്ല. അവരെല്ലാം നിങ്ങളെപ്പോലെ രക്തവും കണ്ണുനീരും വെള്ളമൊക്കെ ഉള്ളവരാണ്. സ്തോത്രം. താഴ്ചയും സന്താപവും സങ്കടവും സ്തോത്ര സങ്കോചവും സ്തോത്രം സന്തോഷമൊക്കെ ഉള്ളവരാണ്. എല്ലാം കൂടെ ഉള്ളവരാണ്. സ്തോത്രം. മോശയ്ക്ക് ഒത്തിരി പ്രയാസം ഉണ്ടാക്കണം ഈ ജനത്തെ. അതുകൊണ്ട് മോശ വെച്ചത് ഇവരെ കൊണ്ടെത്തിക്കാതെ ഞാൻ പറഞ്ഞോ, ഈ ജനത്തെ ഞാൻ ഇങ്ങനെ വഹിച്ചോണ്ട് പോകും, ഞാനിവരെ പ്രസവിച്ചോ, ഞാൻ ഇവരെ എങ്ങനെ കൊണ്ടെത്തിക്കും? ഇത്രയും കലകവും പിറുപിറുപ്പും മത്സരവും സാഠ്യവും മോശ ഇത്രയും മടുത്ത് കേട്ടോ ജനം. കാരണം മോശ പറഞ്ഞു, സ്തോത്രം, ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ കൊല്ലാൻ. പഴയ നിയമം കേട്ടോ, ഞാൻ ഇന്നലെ ജീവിക്കുന്നതെന്ന്. സ്തോത്രം. എനിക്ക് ജനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. പക്ഷെ സമയത്ത് മോശയും തലവന്മാരും ഒക്കെ മടുത്തോണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്തു, അപ്പുറത്തുള്ളത് ചില കാണിച്ചു. നമ്മുടെ സഭകളിലൊക്കെ ഉള്ള രോഗശാന്തി തീർന്നു പോയത്, കൃപാവരങ്ങളുടെ ജനം കുറഞ്ഞു പോയത് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം.
ഹല്ലേലൂയ. നിങ്ങളുടെ കാഴ്ചക്കപ്പുറത്ത്, നിങ്ങളുടെ കേൾവിക്കപ്പുറത്ത്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ അറിവിനപ്പുറത്ത്, നിങ്ങളുടെ ബുദ്ധിക്കപ്പുറത്ത്, നിങ്ങളുടെ കാൽക്കുലേഷൻ അപ്പുറത്ത് എന്തോ ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ സ്വാഗതം ചെയ്യുക, എന്തോ ദൈവപ്രവൃത്തി നിങ്ങൾ വിളിക്കുക. 2023 ഇങ്ങനെ താങ്ങി ഇരുന്ന പോലെ 24 കയറരുത്. നാം ജയിക്കണം, നാം പിടിക്കണം, നാം പ്രാപിക്കണം, നാം പോരാടണം. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ പറയാം. ക്രൂശിൽ ഇങ്ങനെ അടിച്ച് തകർത്തോടെ ഇട്ടപ്പോൾ അവർ വിചാരിച്ച് തീർത്തെന്ന്, അവസാനിപ്പിച്ചെന്ന്. ശിഷ്യന്മാരും ചെറിയ അത്ഭുതവും തീർന്നു, നസ്രായ മാർഗവും തീർന്നു, കല്ലറെ കല്ലൂടെ വെച്ച് സീലൂടെ അടിക്കുമ്പോൾ തീരുവന്ന്. ഞാനൊരു വെളിപ്പാട് പറയട്ടെ, പറഞ്ഞൊരു വെളിപ്പാട് പറയട്ടെ. എന്നാണ് സ്തോത്രം. അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറെ കൊണ്ടുവച്ചു. സാധാരണ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആർക്കും എന്ത് കൊടുത്താലും കല്ലറ കൊടുക്കത്തില്ല. കൊടുക്കുമോ? നിങ്ങൾക്ക് വേണ്ടി പണിഞ്ഞു വെച്ച കല്ലറ വേറെ ആർക്കും കൊടുക്കുമോ? കാരണം നിങ്ങൾ ഒരു കല്ലറ എനിക്ക് തന്നാൽ എന്നെ അതിനകത്ത് കടത്തും, പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. സ്തോത്രം. ഒരു കല്ലറ കൊടുത്തു വെച്ചു, പാറയിൽ വെട്ടി ഉണ്ടാക്കിയ നമ്മുടെ കർത്താവ് കടന്നിട്ടുള്ള എല്ലാം അങ്ങനെ. സ്തോത്രം. മറിയയുടെ ഉദരത്തിൽ ആരും കിടക്കുന്നതിന് യേശു കടന്നു. ആരും കയറിയിട്ടില്ലാത്ത കരുതുക്കുട്ടിയുടെ പുറത്തെ കയറി. സ്തോത്രം. ഈ സ്തോത്രം വൻമാളിക, അതിനകത്ത് വിരിച്ചൊരുക്കിയ വൻമാളികയിൽ വേറൊരു ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പേ യേശു തന്റെ ശുശ്രൂഷ അവിടെ ചെയ്തു. പക്ഷെ കല്ലറിൽ അവസാനിപ്പിച്ചെന്ന് ഈ ശക്തികളെല്ലാം അവിടെ വെല്ലുവിളിച്ച് പിശാച് ഏറ്റവും കൂടുതൽ നരകത്തിൽ പിശാചിന്റെ സ്തോത്ര സ്റ്റേറ്റിൽ നാഷണൽ സമ്മേളനം നടന്നു. അവസാനിപ്പിച്ചെന്ന് സ്തോത്രം. അവസാനിപ്പിച്ചെന്ന് പിശാച് പറയും. ഒരാൾ ആത്മാവിൽ യാതന നരകത്തിലേക്ക് സ്തോത്ര അധമ പാതാളത്തിലേക്ക് ചെന്നു. സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ സ്തോത്ര. നിങ്ങൾക്കറിയാലോ, അവൻ ആത്മാവിൽ ഇറങ്ങി ചെന്ന സ്തോത്ര. അവിടെ ചെന്ന് തടവ് പുള്ളികളോട്, പഴയ നിയമ വിശുദ്ധന്മാരോടല്ല പുതിയ നിയമത്തിൽ സുവിശേഷം പറഞ്ഞു. ഭക്തന്മാരെ വിട്ടുവെച്ചു. മരണവാസങ്ങളെ അടിച്ചെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ ഭൂമിയിൽ മരണം കൊണ്ടുവരുന്ന ആദാമി മരണം, സ്തോത്രം, പാപം ചെയ്യുന്ന തേങ്ങി മരിക്കുന്ന ചെയ്യും. ആ മരണത്തെ കർത്താവ് തകർത്തു. എന്നൊക്കെ മരണ ഭീതിയിൽ കിടന്ന സ്തോത്ര സ്തോത്ര അത്തമ പാതാളത്തിൽ കർത്താവ് പോയി. സ്തോത്ര. നരകത്തെ കൊള്ളയടിച്ചു. ഞാൻ പറയാം, പിശാച് എവിടെ അവസാനിപ്പിക്കുന്നു വെല്ലുവിളിക്കുന്ന സ്ഥലത്ത് കർത്താവ് തുടങ്ങും, സഭ തുടങ്ങും, അഭിഷേകത തുടങ്ങും, ഡിവൈൻ ചർച്ച തുടങ്ങും. നമ്മളോടൊക്കെ എത്രയോ വർഷങ്ങൾ നാളുകൊണ്ട് എത്രയോ പേര് പോരാടി. എന്തെല്ലാം പോരാട്ടങ്ങൾ, പുറത്തു പോരാട്ടം, അകത്ത് പോരാട്ടം, 4 സൈഡിൽ നിന്ന് പോരാട്ടം. ഇന്ന് നമ്മൾ നിൽക്കുന്ന കണ്ടില്ലയോ? സഭയുടെ ഉടമസ്ഥൻ ഞാനല്ല, സഭയുടെ ഉടമസ്ഥൻ മറ്റാരുമല്ല, സഭയുടെ ഉടമസ്ഥൻ തമ്പുരാനാ. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. സ്തോത്രം. ക്രൂശിൽ വെച്ച് ആ ഡെഡ് ബോഡി ഇറക്കി യോസഫിന്റെ കല്ലറിൽ വെച്ച് സീലുമടിച്ച് ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും സ്തോത്രം? നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ പട്ടാളത്തെ കാവൽ കാത്ത് നിർത്തുന്നത്. പക്ഷെ ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ കല്ലറ പൊളിക്കുമെന്ന്. എന്തെല്ലാം പറഞ്ഞു അതല്ലേ ലൈഫിൽ സംഭവിക്കും കേട്ടോ. സ്തോത്രം. ഹെരോദാനോട് പറഞ്ഞു, ഞാൻ ഇന്ന് നാളെ ഇവിടെ കാണും, 3-ാം നാൾ ഞാനിത് അവസാനിപ്പിക്കും. സ്തോത്രം. ഞാനേ അവസാനിപ്പിക്കത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് എന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ തുടങ്ങും. ക്രിസ്തുവിന്റെ കല്ലറിന് മുമ്പിൽ സൈന്യാധിപന്മാരെ കാവൽ നിർത്തി. അകത്ത് കിടക്കുന്ന ആരാന്നറിയാമോ? ആർക്കെങ്കിലും മറുപടി പറയാമോ? ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാ. ഈ കല്ലറയ്ക്ക് അകത്ത് കിടക്കുന്ന ആരാ? പുറത്ത് നിൽക്കുന്നത് റോമൻ സോൾജേഴ്സ് നിൽക്കുന്നു. അകത്ത് കിടക്കുന്ന ആരാണ്? അറിയാമെങ്കിലും പറയരുത്. സ്തോത്രം. അകത്ത് കിടക്കുന്ന ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അകത്ത് കിടക്കുന്നത് സേനയിൽ അധിപനാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അകത്ത്, പുറത്ത് റോമന്റെ സൈന്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താണ്ടെ കല്ലറയുടെ മേലൊരു കല്ല്. അകത്ത് കിടക്കുന്ന ആരാണ്? പുരാതന പാറയായവൻ അകത്ത് കിടക്കുന്നു. കല്ലറയുടെ മേലിൽ മുദ്ര, എംബ്ലം, സീല്, റോമന്റെ ഭരണാധികാരിയായ കൈസറിന്റെ മുഖച്ചായയിലുള്ള സീല്. അകത്ത് കിടക്കുന്ന ആരാണ്? അകത്ത് കിടക്കുന്ന ആരാണ്? സൈനികരുടെ അധിപതി യഹോവ മാത്രമല്ല, പുരാതനമായ പാറയായവൻ മാത്രമല്ല, അകത്ത് കിടക്കുന്നവൻ പിതാവിന്റെ ഛായയിൽ. ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. തത്വത്തിന്റെ മുദ്രയായവൻ അകത്ത് കിടക്കുന്നു. സ്തോത്രം. ഞാൻ പറയാം, പൊളിക്കും കേട്ടോ. കല്ലറകളെ പൊളിക്കുക, കല്ലിനെ മാറ്റുക, കെട്ടിനെ പൊട്ടിക്കുക. സ്തോത്രം. ഓ രാശകരിയ. നിങ്ങൾ തയ്യാറാണോ 2024 ഈ ആത്മബലത്തോട് അകത്തൊക്കെ കയറുവാൻ? ഈ യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു.
റോമാലേഖനം 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ മർത്യശരീരങ്ങൾ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന്. സ്തോത്രം. ഞാൻ പറയാം, 2024 ദൈവജനം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. മരണത്തിന്റെ ആത്മാവിൽ നടക്കരുത്, ഭയത്തിൽ നടക്കരുത്, ഇരുട്ടിൽ നടക്കരുത്. വെളിച്ചത്തിൽ ജീവിക്കണം, ജീവനിൽ നടക്കണം. സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന ഒരു പഴയ കാലമാണ്. പക്ഷേ ഞാൻ ഇന്ന് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു പുതിയ മനുഷ്യനാണ്. സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ ഞാൻ പുതിയ സൃഷ്ടിയുടെ ബലത്തോടും അധികാരത്തോടും ശക്തിയോടും കൂടി ഈ തെരുവീതിയിൽ കൂടി നടക്കണം. നിങ്ങളെ സ്തോത്രം സാധാരണ സ്നാനപ്പെട്ട് ഒരു ക്രൈസ്തവ മതത്തോട്, ഒരു പെന്തക്കോസ്ത് സംഘടനയോട് ചേരാനല്ല ഇന്ന് പലക്കാലം ദൈവം നിങ്ങളെ ഈ സ്നാനജലത്തിൽ കൂടി കർത്താവിൻ്റെ സഭയുടെ ഭാഗമാക്കി തീർത്തത്. സ്തോത്രം. നിങ്ങൾ അഭിഷക്തന്മാരായി, ഈ തലമുറയിലെ അപ്പോസ്തലന്മാരായി, ഈ തലമുറയിൽ ഒരു ദൈവപ്രവൃത്തിക്കായി, ഒരു ആത്മീയ മനുഷ്യനായി കർത്താവിന് വേണ്ടി നിൽക്കുവാനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. എൻ്റെ മോനെ, എൻ്റെ മോളെ, നിങ്ങൾ ബാങ്കിനോട് നോക്കണ്ട, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കണ്ട, നിങ്ങളുടെ പഴയകാല അവസ്ഥ നോക്കണ്ട, നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കണ്ട, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം നോക്കണ്ട. സ്തോത്ര. ഇന്ന് കർത്താവുമായി തുടങ്ങുന്ന ഈ പുതിയ ജീവിതം നിങ്ങളിൽ നാളുകളിൽ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ, നിങ്ങളുടെ വീട്ടുകാരെക്കാൾ നിങ്ങളെ ജയത്തോട് നടത്തി നിങ്ങൾ നിൽക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. സ്തോത്രം. കാരണം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത് തമ്പുരാന്, സഭയല്ല, സംഘടനയല്ല, ജോബി പാഷല്ല, ഈ പാഷേഴ്സ് അല്ല. നിങ്ങളൊരു പ്രവൃത്തി എന്ന് പറയാനും കർത്താവ് ആരംഭിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സ്തോത്രം പുതിയ മനുഷ്യരുണ്ട്. സ്തോത്രം. ഒരു പുതിയ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങുന്നത് പുതിയ മനുഷ്യനായിട്ടല്ല. ഒന്നാം മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ളവൻ. ഒന്നാം മനുഷ്യൻ പറയുമ്പോൾ തന്നെ ഒരു ഒടുക്കത്തെ മനുഷ്യനുണ്ട്. ഒന്നാം മനുഷ്യൻ ആദാം. ദൈവത്തിന് വചനം പറയുന്നു, ആദാമിൽ എല്ലാവരും ജീവിക്കുകയല്ല, ആദാമിൽ എല്ലാവരും മരിക്കുക. സ്തോത്രം. ആദാമിൽ എല്ലാവരും പാപികളാവുക, ആദാമിൽ എല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുക, ആദാമിൽ എല്ലാവരും ന്യായവിധിക്ക് അർഹരായി തീരുക. പക്ഷേ സ്തോത്രം, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. സ്തോത്രം. ഇന്ന് പറക്കലെ സ്നാനം നിങ്ങളെ നടത്തിയത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി. ഇന്ന് മുതൽ നിങ്ങൾ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാത്തിരുന്ന ദൈവസ്ഥലിൽ സ്തോത്രം, കർത്താവിനെ നിറക്കണമേ, എന്നെ പരിശുദ്ധാൽ ഫില്ല് ചെയ്യണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എന്നെ നിറക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്തോത്രം, ഇത് വീട്ടിൽ ആരെങ്കിലും അപ്പനും അമ്മയും പ്രാപിച്ചാൽ കൈമാറി കിട്ടുന്നതല്ല. സ്തോത്രം. വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ഒഴുകുന്നതാ. സ്തോത്രം. ദാഹിക്കുന്നതിന് മാത്രം കൊടുക്കുന്നതാ, കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാ, വചനം കേൾക്കുമ്പോൾ പ്രാപിക്കുന്നതാ. സ്തോത്രം. എന്നെങ്കിൽ മാത്രമേ ആത്മാവിനെ അനുസരിച്ച് ഒരു ജയ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒന്നാം മനുഷ്യൻ്റെ എല്ലാ കാര്യപരിപാടികളും തീർന്നു കിട്ടും. ഒന്നാം മനുഷ്യൻ എങ്ങോട്ട് മാറി? ഒന്നാം മനുഷ്യൻ പോയപ്പോൾ പഴയ പ്രാകൃത മനുഷ്യൻ പോയി. പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ പോഷത്തെ ചിന്തിക്കുന്നു, ലൗകികമായി ചിന്തിക്കുന്നു, ദൈവാത്മാവിനെ അറിയുന്നില്ല, ദൈവാത്മാവിൻ്റെ ആഴങ്ങളെ അറിയുന്നില്ല. സ്തോത്രം. അവൻ എന്ത് ചെയ്യുന്നു? ദൈവാത്മാവിന്റെ കർത്തൃത്വത്തിന് കീഴടക്കുന്നില്ല. പക്ഷെ ആ പ്രാകൃത മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുക, പഴയ മനുഷ്യനെ ക്രൂശിക്കുക, പ്രാകൃത മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പഴയ മനുഷ്യനെ കുഴിച്ചിടുക. സ്തോത്രം. അവിടുന്നാണ് ഒരു പുതിയ മനുഷ്യനിലേക്ക്, ഒരു ആത്മീയ മനുഷ്യനിലേക്ക്. ആത്മീയ മനുഷ്യൻ ജയിക്കുന്നവനാണ്, അവൻ ജയാളിയാണ്. അവൻ പാപത്തെ ജയിക്കുന്നു, അവൻ ശാപങ്ങളെ ജയിക്കുന്നു, അവൻ പിശാചിനെ ജയിക്കുന്നു. അവൻ ഏറ്റവും അവസാനം വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിന് വചനം പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. കണ്ണുകളടയ്ക്കാം.